കണ്ടോ, ഈ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന കടുവ നമുക്ക് യഥാർത്ഥ ഫീല് തരുന്നതാണ്. ബംഗാൾ ടൈഗറാണ്. ഫോസിലുകളുടെ കൂട്ടത്തിൽ ഈ അത്ഭുതകരമായി കാണുന്നത് തിമിംഗലത്തിൻ്റെ താടിയെല്ലുകളാണ്. ഇത്രയും ഭീമാകാരനാണ് ഇതെന്ന് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ ഫാൾസ് കില്ലർ വെയിൽ, ഇതിൻ്റെ അസ്ഥികൂടവും നമുക്ക് കാണാവുന്നതാണ് ഇവിടെ. അങ്ങനെ പല മൃഗങ്ങളുടെയും, നമ്മൾ കണ്ടിട്ടുള്ളതും അല്ലാത്തതുമായ ജീവികളുടെ ഫോസിലുകളാണ് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത്. ഈ കാണുന്നത് ഒരു നീർപന്നിയുടെ അസ്ഥികൂടമാണ്. അതുപോലെ കാട്ടുപോത്ത്, കഴുത, എമു, ഒട്ടകപ്പക്ഷി തുടങ്ങിയ പക്ഷിക്കൂട്ടങ്ങളിലെ വലിയ ആൾക്കാരും, പിന്നെ കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയുടെ അസ്ഥികൂടവും. ഇതിൽ ഏറ്റവും അത്ഭുതമായി തോന്നുക ആനയുടെ അസ്ഥികൂടമാണ്. എന്തൊരു ഭീമാകാരനാണെന്ന് അടുത്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവയുടെ പല്ലുകളും കാലിൻ്റെ നഖവും ഒക്കെ നമുക്ക് അടുത്തറിയാം. താടിയെല്ലാണ് താഴെ ഇരിക്കുന്നത്. അതുപോലെ അവരുടെ കാലുകളും വിരലുകൾ വരെ നമുക്ക് കാണാവുന്നതാണ്. നമുക്ക് പുറമെ നിന്ന് കാണാനാകാത്തതാണ് ആനയുടെ വിരലുകൾ. പക്ഷേ അസ്ഥികൂടത്തിൽ വിരലുകൾ കാണാം. ആനയുടെ ഭീമാകാരമായ വലിപ്പം, അതായത് അവരുടെ ഭാരം താങ്ങി നിർത്താൻ വിരലുകൾ ആവശ്യമില്ല. അതിനാലാണ് ആനയ്ക്ക് ഉരുണ്ട തൂണുകൾ പോലത്തെ കാലുകൾ. ഇത് പരിണാമത്തിലൂടെ സംഭവിച്ചു വന്നതാണ്, വിരലുകളുടെ പുറമെ തള്ളിച്ചയില്ലായ്മ. ചിമ്പാൻസി, ഒറാങ്ങുട്ടാൻ, മനുഷ്യൻ എന്നിവരുടെ അസ്ഥികൂടങ്ങളാണ് ഈ കാണുന്നത്. ഇത് 1853 ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന് ശാസ്ത്രീയമായ പഠനത്തിന് വേണ്ടി ആനക്കൊമ്പിൽ നിർമ്മിച്ച മനുഷ്യൻ്റെ അസ്ഥികൂട മാതൃകയാണ്. ഭൂമിയിൽ നിന്ന് മൺമറഞ്ഞു പോയതും അല്ലാത്തതുമായ പക്ഷികളുടെ സ്റ്റഫ് ചെയ്ത രൂപമാണ് ഇത്. നമ്മുടെ വയലുകളിൽ കാണാറുള്ള കൊക്കുകൾ മുതൽ കാക്ക തുടങ്ങി ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത പക്ഷികൾ വരെ ഇതിനുള്ളിലുണ്ട്.
ഇത് നമുക്ക് വിശദമായി മനസ്സിലാക്കാൻ ഇവയൊക്കെ വായിച്ച് ഇവയൊക്കെ അടുത്ത് കാണുന്നതാണ് പഠിക്കുന്നവർക്കും ശാസ്ത്രീയമായി തന്നെ പഠിക്കുന്നവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഇവ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ വിവിധ മൃഗങ്ങളെയും പക്ഷികളെയും അവയുടെ യഥാർത്ഥ രൂപത്തിൽ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. വംശനാശം സംഭവിച്ചതോ അപൂർവമായ ജീവികളെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആനയുടെ അസ്ഥികൂടം മുതൽ തിമിംഗലത്തിൻ്റെ കൂറ്റൻ താടിയൽ വരെ ഇവിടെയുണ്ട്. ജീവികളുടെ ശരീരഘടന പഠിക്കാൻ ഏറെ സഹായിക്കുന്നതാണിത്. ദശലക്ഷക്കണക്കിന് വർഷം പഴക്കമുള്ള ഫോസിലുകൾ, വിവിധതരം പാറകൾ, ധാതുക്കൾ എന്നിവയുടെ ശേഖരവുമുണ്ട്. കേരളത്തിലെ പഴയകാല ജീവിത രീതികളും വീടുകളുടെ മാതൃകയും, ഉദാഹരണത്തിന് നാലുകെട്ട്, അതുപോലുള്ള നമുക്കിവിടെ കാണാവുന്നതാണ്.
മൺമറഞ്ഞു പോയ ജീവികളുടെ സ്റ്റഫ് ചെയ്ത രൂപങ്ങളാണ് ഇവിടെ നമുക്ക് കാണാനാകുന്നത്. കണ്ടോ, ഈ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന കടുവ നമുക്ക് യഥാർത്ഥ ഫീല് തരുന്നതാണ്. ബംഗാൾ ടൈഗറാണ്. അതുപോലെ ഈ കാണുന്ന മൃഗങ്ങളൊക്കെ ഇതിനുള്ളിൽ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു യഥാർത്ഥ വസ്തുവിൻ്റെ അതിൻ്റെ രൂപവും ഭാവവും ഒന്നും മാറാതെ തന്നെ അതേ രൂപത്തിൽ ഉള്ളിൽ എന്തെങ്കിലും നിറച്ച് പിന്നീട് ഉപയോഗിക്കത്തക്ക രീതിയിൽ സുരക്ഷിതമായി വെച്ചിരിക്കുന്നതാണിത്. ഇതിനെയാണ് സ്റ്റഫ് ചെയ്ത് സൂക്ഷിക്കുക എന്ന് പറയുന്നത്. ഈ കാണുന്ന മൃഗങ്ങളുടെയൊക്കെ തോല് കൃത്യമായി വേർതിരിച്ച് അവയിൽ ചില രാസവസ്തുക്കളൊക്കെ ഉപയോഗിച്ച് കേടുകൂടാതെ നമ്മൾ ഈ കാണുന്ന രൂപത്തിൽ തരം തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ ഒറിജിനൽ അല്ലാത്ത 2 സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് 2 ജീവികൾ. അവ നിങ്ങൾ കണ്ടുപിടിക്കുമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഞാനിവിടെ വരുമ്പോൾ ഞാൻ കാണാത്ത പല ജീവികളെയും ഇവിടെ സ്റ്റഫ് രൂപത്തിൽ കണ്ടിട്ടുണ്ട്. വിശദമായി നോക്കേണ്ടതുണ്ട്. മരത്തിൻ്റെ ഇടയിലും മുകളിലുമായിട്ടൊക്കെയാണ് ഓരോ ജീവികളെ അതിൻ്റേതായ ചുറ്റുപാടിൽ ക്രമീകരിച്ചിരിക്കുന്നത്.